ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റീസണിംഗ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പോർഷൻ ആണ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചാപ്റ്റർ ത്രൂ പഠിക്കുന്നതിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഡിഫറെന്റ് ടോപ്പിക്സിൽ നിന്നുള്ള വൺ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ആണെങ്കിലും ഞാനൊരു 10 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു 10 ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീസണിങ്ങിന്റെ കേസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് പോർഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the sum of ages of 5 children born at intervals of 4 years is 80. What is the age of the eldest son? എന്താ പറഞ്ഞിരിക്കുന്നത്? 5 കുട്ടികളുണ്ട്, 4 വയസ്സ് വ്യത്യാസത്തിൽ, 4 വർഷം വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുണ്ട്. അവരുടെ ഏജ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മൂത്ത കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇളയ കുട്ടിയുടെ വയസ്സ് x എന്നെടുക്കാം. അപ്പം നാലാമന്റെ വയസ്സ്, ഇത് അഞ്ചാമനാണ്, നാലാമന്റെ വയസ്സ് x+4 ആയിരിക്കും, 4 വയസ്സ് കൂടുതലുള്ള ആള്. മൂന്നാമന്റെ വയസ്സ് എന്തായിരിക്കും? x+4+4 ആയിരിക്കും. രണ്ടാമന്റെ വയസ്സ് x+4+4+4 എന്നായിരിക്കും. ആദ്യത്തെ ആളുടെ വയസ്സ് എത്ര ആയിരിക്കും? x+4+4+4+4 ഇതായിരിക്കും വയസ്സുണ്ടാവുക. അപ്പൊ നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ആഡ് ചെയ്യുമ്പോൾ, ഇവരുടെ വയസ്സുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80 എന്നാണ്. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5x പ്ലസ് എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 4 ആണുള്ളത്. സോ 10 into 4. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80 എന്നാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 5x plus 40 is equal to 80 എന്ന് വരും. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത്? 5x അപ്പൊ എന്താവും? 5x എന്ന് പറഞ്ഞാൽ 80 minus 40 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 40 എന്ന് വരും. x എന്ത് വരും? 40 divided by 5 which is equal to 8. അപ്പൊ എന്താണ്? ഏറ്റവും ചെറിയ കുട്ടിയുടെ വയസ്സാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 8 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആളുടെ വയസ്സ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 8 പ്ലസ് എത്ര 4 ഉണ്ട് ഇവിടെ? 1 2 3 4. 4 into 4 16. 8 plus 16 24 years ആണ് ഏറ്റവും മൂത്ത ആളുടെ അല്ലെങ്കിൽ എൽഡസ്റ്റ് ചൈൽഡിന്റെ വയസ്സ് 24 years ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എക്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സീരീസ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് നമ്പേഴ്സ് എഴുതാം. 19 16 21 14. അപ്പൊ ഈ ഒരു നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. 19 മൈനസ് 3 ചെയ്താൽ നമുക്ക് 16 കിട്ടും അല്ലേ? അപ്പൊ -3. 16 പ്ലസ് 5 ചെയ്താൽ നമുക്ക് 21 കിട്ടും. 21 മൈനസ് 7 ചെയ്താൽ 14 എന്ന് കിട്ടും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഓപ്ഷൻസ് വരുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് വരുന്നത് 23 27 21 ആൻഡ് 25. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതെന്താണ്? ഇവിടെ എല്ലാം 14നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ എന്തായാലും ആഡ് ചെയ്യേണ്ടതാണ് ഇവിടെ അടുത്തത് ചെയ്യേണ്ട പ്രോസസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏത് നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത് നോക്കാനായിട്ട്, ഈ 3 5 7 ഒക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 9 ആയിരിക്കും. 14 plus 9, 14 plus 10 24 ആണ്. -1 23. ഓപ്ഷനിൽ 23 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 23 ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പാറ്റേൺ ചെക്ക് ചെയ്യുക, നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, read the following information carefully and answer the questions given below. ഇതൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്.
അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പ് എന്താണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ ആണെങ്കിൽ നോക്കിയേ ABCDFGH are sitting around a circle. അപ്പൊ എന്താണ് സർക്കിൾ ആണ് ഇവിടുത്തെ ഷേപ്പ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരച്ചു. ഇതിപ്പോ റെക്ടാംഗിൾ, സ്ക്വയർ, ഹെക്സഗൺ, ട്രയാംഗിൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണോ ആ ഷേപ്പ് അത് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഇവിടെ നോക്കുക 1 2 3 4 5 6 7 8 8 ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത പ്രോസസ്സ് ഇത് ഇങ്ങനത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ എല്ലാ ക്വസ്റ്റ്യനും ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പേഴ്സ് നമ്മൾ ഇവിടെ സീറ്റ് അറേഞ്ച് ചെയ്തു. 8 സീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. B is third to the right of F. അപ്പൊ F ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. എഫിനെ ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, B is third to the right of F. എഫിന്റെ റൈറ്റില് മൂന്നാമതായിട്ടാണ് B ഇരിക്കുന്നത്. റൈറ്റ് എന്ന് പറയുമ്പോൾ അകത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് അല്ലെ ഇരിക്കുന്നത്. അപ്പൊ റൈറ്റ് ഇവിടെയാണ് 1 2 3. അപ്പൊ ബിയുടെ പൊസിഷൻ ഇവിടെയാണെന്ന് മനസ്സിലായി. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, B is third to the left of H. Hന്റെ ലെഫ്റ്റിൽ നിന്നും B എന്താണ്, തേർഡ് ആണ്. അപ്പൊ B തേർഡ് എന്ന് പറയുമ്പോൾ ബിയിൽ നിന്നും F എന്തായിരിക്കും, സോറി H എന്തായിരിക്കും, തേർഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1 2 3. ഇവിടെ അല്ല അല്ലെ, ഇവിടെ F ആണ്. അപ്പൊ അടുത്ത ഭാഗത്ത് തേർഡ് H. ഇനി ഒന്ന് നോക്കിയേ, അകത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന Hന്റെ ലെഫ്റ്റ് ഇതാണ് 1 2 3. ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത് B ഇരിക്കുന്നുണ്ട്. അടുത്തത് C is fourth to the left of A. C is fourth to the left of A. അപ്പൊ എയും സിയും നമുക്ക് പ്രത്യേകിച്ച് ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സുമായിട്ട് ഒരു ബന്ധം പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. A is not an immediate neighbor of F and B. എഫിന്റെയും ബിയുടെയും ഇമീഡിയറ്റ് നൈബർ അല്ല എ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, ഇവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല. കാരണം ഇത് രണ്ടെണ്ണം എഫിന്റെ നൈബേഴ്സ് ആണ്, ഇത് രണ്ടെണ്ണം ബിയുടെ നൈബേഴ്സ് ആണ്. പിന്നെ ബാലൻസ് ഉള്ളത് ഇവിടെ മാത്രമാണ്. സോ എ ഇവിടെയാണ് കൊടുക്കുക. അപ്പൊ ഇനി അടുത്ത നമുക്ക് എയുടെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് എ. എയുടെ ലെഫ്റ്റ്, എ അകത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും. സി എന്താണ്, എയുടെ ലെഫ്റ്റില് നാലാമതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ 1 2 3 4. അപ്പൊ സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത് ബി ഈസ് നോട്ട് ആൻ ഇമീഡിയറ്റ് നൈബർ ഓഫ്, സോറി ഇ ഈസ് നോട്ട് ആൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് ബി. ഇ എന്ന് പറയുന്നത് ബിയുടെ ഇമീഡിയറ്റ് നൈബർ അല്ല. അപ്പൊ ഇവിടെ രണ്ടിടത്ത് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ആകെ സ്പേസ് ഇവിടെയാണുള്ളത്. സോ ഇ വിൽ ബി ഹിയർ. ഇയുടെ പൊസിഷനും കിട്ടി. ഇനി എന്താണ്, ജി ഈസ് ടു ദ റൈറ്റ് ഓഫ് ഡി. ജി എന്ന് പറയുന്നത് ഡിയുടെ റൈറ്റ് ആണ്. അപ്പൊ ഡി ഇവിടെ കൊടുത്താല് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടായതുകൊണ്ട് ലെഫ്റ്റ് ഇങ്ങോട്ടേക്കും റൈറ്റ് ഇങ്ങോട്ടേക്കുമാണ്. ഇവിടെ പ്രത്യേകിച്ച് പുതിയ സ്പേസ് ഒന്നും ഇല്ല അല്ലെ, ഇവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഡി ഇവിടെയും ജി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സീറ്റിംഗ് എല്ലാം കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയേഴ്സ് റെപ്രസെന്റ്സ് ദ ഇമീഡിയറ്റ് നൈബേഴ്സ് ഓഫ് എഫ്. എഫിന്റെ ഇമീഡിയറ്റ് നൈബേഴ്സ് എവിടെയാണ്, ഇയും സിയും. ഇത് ശരിക്കും പറഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ചില ടൈമിൽ ഇത് കുറച്ചുകൂടെ സബ് ക്വസ്റ്റ്യൻസ് ഉള്ള, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് 3 or 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാം ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് 2 or 3 സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ വന്നാലും ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം ഷേപ്പ് കൊടുക്കുക, അതിനുശേഷം നമ്പർ ഓഫ് സീറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഫിൽ ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് അടുത്തത് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സ്നേഹ wants to go to the market. She starts from her home which is in the north. അപ്പൊ നോർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്. ഇത് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ഇനി സ്നേഹയുടെ വീട് നോർത്തിൽ നിന്നാണ്, അത് എവിടെയാണ്, ഒരു ക്രോസിംഗിലേക്ക് എത്തുന്നുണ്ട്. ക്രോസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ്, ദ റോഡ് ടു ഹെർ ലെഫ്റ്റ് എൻഡ്സ് ഇൻ എ പാർക്ക്. അപ്പൊ സ്നേഹ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്നേഹയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടേക്കാണ് അല്ലെ,
ഇവിടെ എന്താണ് പാർക്കാണുള്ളത് അല്ലെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രെയിറ്റ് എഹെഡ് ഈസ് ദ ഓഫീസ് കോംപ്ലക്സ്. അപ്പൊ സ്ട്രെയിറ്റ് വന്നാൽ ഇവിടെ എന്താ ഉള്ളത്, ഒരു ഓഫീസ് ആണ് ഉള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ, മാർക്കറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ടു ദ പാർക്ക്. പാർക്കിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റിലാണ് എന്തുള്ളത്, മാർക്കറ്റ് ഉള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ മാർക്കറ്റ് ടു ദ ക്രോസിംഗ്. ക്രോസിംഗിൽ നിന്നും ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെസ്റ്റിലേക്ക് പോയാലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്തറിഞ്ഞാൽ മതി, ഏതൊക്കെയാണ് ഡയറക്ഷൻസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഹെഡ് നോർത്ത്, ഫൂട്ട് സൗത്ത്, റൈറ്റ് ഹാൻഡ് ഈസ്റ്റ്, ലെഫ്റ്റ് ഹാൻഡ് വെസ്റ്റ്. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ദ ഫോളോവിങ് സീരീസ്. അപ്പൊ ഇവിടെ ഒരു സീരീസ് ഓഫ് ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ മിസ്സായിട്ടുള്ള ഈ ഒരു ആൽഫബറ്റ് ഗ്രൂപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഓപ്ഷൻസ് നോക്കണം. അപ്പൊ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് HD, DL, VT, IP. ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ABCD ഒന്ന് എഴുതി വെക്കുക. എങ്ങനെ എഴുതും, ABCD, EF, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നമ്പേഴ്സ് കൊടുക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 and 26. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ നോർമലി A to Z എണ്ണുകയാണെങ്കിൽ ഇങ്ങനെ മേലെയുള്ള നമ്പേഴ്സ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് വരാം. ഇനി Z ആണ് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നതെങ്കിലും എന്തുണ്ട്, ഇവിടെ 1, Y2, X3, C24, B25, A26. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ ഓർഡറിലായിട്ട് എഴുതാൻ പറയുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ്, L to I. L കഴിഞ്ഞാൽ I, രണ്ടെണ്ണം കഴിഞ്ഞാൽ I വരുന്നുണ്ട്. I കഴിഞ്ഞ് G, ഒരെണ്ണം കഴിയുമ്പോൾ G ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് T. പ്രത്യേകിച്ച് ബന്ധമൊന്നും നമുക്ക് ഫസ്റ്റ് നമ്പേഴ്സ് തമ്മിൽ കണ്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെറ്ററിലേക്ക് പോവാം. സെക്കൻഡ് ലെറ്റർ എന്താണ്, Y ആണ്. അപ്പൊ Y കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് പോയിട്ടാണ് നമുക്ക് P കിട്ടുന്നത് എന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്പേഴ്സ് കഴിയുമ്പോഴാണ് നമുക്ക് P എത്തുന്നത്. ശരി, ഇനി P യിൽ നിന്ന് I യിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7. 7 കഴിയുമ്പോൾ I എത്തും. അങ്ങനെയാണെങ്കിൽ I യിൽ നിന്നും എത്ര ദൂരം പോയാലും നമുക്ക് ഇപ്പൊ നോക്കിയാൽ 9, 7. നമുക്കൊന്ന് 5 പോയി നോക്കാം അല്ലെ. I യിൽ നിന്നും 1, 2, 3, 4, 5. 5 പോയാലും നമുക്ക് D എന്ന് കിട്ടും. സെക്കൻഡ് ലെറ്റർ D വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇതാണെന്ന്. എന്നാലും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. D യിൽ നിന്നും 3 നമ്പേഴ്സ് പോകുമ്പോൾ നമുക്ക് A എന്ന് കിട്ടും. ശരിയാണ് അല്ലെ. അപ്പൊ ഓഡ് നമ്പേഴ്സ് പുറകിലേക്ക് വന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, സെക്കൻഡ് ലെറ്റേഴ്സ് കിട്ടിയത്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി, HD ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം എഴുതേണ്ട കാര്യം ABCD ഇങ്ങനെ എഴുതി വെക്കുക. ഈ നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റിലേഷൻ പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പാറ്റേൺ മാത്രമല്ല, ഒരുപാട് ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട് ആൽഫബറ്റിക് സീരീസിൽ. അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ തമ്മിൽ റിലേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട. സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഒരു റിലേഷൻ ആ ലെറ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിന് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതി വെച്ചാൽ കിട്ടും.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സൺസ് പ്രസന്റ് ഏജ് ഈസ് 2/5 ഓഫ് ഹിസ് മദേഴ്സ് ഏജ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇപ്പോഴത്തെ. അപ്പൊ നമ്മൾ ആദ്യം സണ്ണ്, മദർ, പ്രസന്റ്, പിന്നെന്താണ് ആഫ്റ്റർ 8 ഇയേഴ്സ്. അപ്പൊ ഇതൊക്കെ ചിലത് പാസ്റ്റ് ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇങ്ങനെ വേണം എഴുതി വെക്കാൻ. അപ്പൊ പ്രസന്റ് ഏജിൽ എത്രയാ പറയുന്നത്? സണ്ണിന്റെ ഏജ്. ഇപ്പൊ മദറുടെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സണ്ണിന്റെ ഏജ് എന്താണ്? 2/5 ഓഫ് എക്സ് ആണ്. ഇനി 8 വർഷം കഴിയുമ്പോൾ ഇത് എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? എക്സ് ഇസ് ഈക്വൽ ടു 2/5 എക്സ് എന്നാണ് വരിക. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മദറിന്റെ ഏജ് എത്രയാണെന്ന് കിട്ടും? മദറിന്റെ ഏജ് നമുക്ക് എത്ര കിട്ടും? 5x എന്ന് കിട്ടും. സണ്ണിന്റെ ഏജ് എന്ത് കിട്ടും? 2x എന്നും കിട്ടും. ഓക്കെ ആയോ? നമ്മൾ 5x is equal to 2/5x എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഈ 5നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 2x ആയിട്ടും മദറിന്റെ ഏജ് 5x. മദറിന്റെ ഏജ് 5x ആവുമ്പം സണ്ണിന്റെ ഏജ് 2x ആയിരിക്കും. അതാണ് ഈ ഒരു പാറ്റേൺ. അപ്പൊ ഇനി 8 വർഷം കഴിയുമ്പോൾ ഇത് എങ്ങനെയാവും? സണ്ണിന്റെ ഏജ് എന്താവും? 2x plus 8 എന്നാവും. മദറിന്റെ ഏജ് എന്താവും? 5x plus 8 എന്നാവും. അപ്പൊ എന്താണ് ആവുന്നത്? ഈ 5x plus 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ്, അല്ല സോറി 5x അല്ല, 2x plus 8. സണ്ണിന്റെ ഏജ് എത്രയാണ്? 8 വർഷം കഴിയുമ്പോൾ കുട്ടിയുടെ ഏജ് എന്താവും? അമ്മയുടെ ഏജിന്റെ പകുതി അല്ലെ? അപ്പൊ 8 വർഷം കഴിഞ്ഞാൽ കുട്ടിയുടെ ഏജ് എങ്ങനെയാണ്? 2x plus 8 ആണ്. അമ്മയുടെ ഏജ് 5x plus 8 ആണ്. അപ്പൊ കുട്ടിയുടെ വയസ്സ് 2x plus 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 ഓഫ് 5x plus 8 ആയിരിക്കും 8 വർഷം കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിൽ നിന്ന് x എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ നോക്കിക്കോ. 2x plus 8 is equal to, നമുക്ക് ഇവിടെ ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇൻറ്റു 2 എന്ന് വരും. 5x plus 8 എന്ന് എഴുതി. ഇവിടെ 2 into 2 4x plus 8 into 2 16 എന്ന് വരും. 5x plus 8. 8ന് ഇങ്ങോട്ടും 4xന് അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? 16 minus 8 is equal to 5x minus 4x എന്ന് വരും. Then 8 is equal to x. അപ്പൊ എന്തായി? ഇത് ആരുടെ വയസ്സാണ്? x ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? അപ്പൊ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അമ്മയുടെ വയസ്സ് എന്ത് പറയാം? 5 into 8 അല്ലെ? 5 into 8 ആണ് അമ്മയുടെ വയസ്സ് വരിക. എത്ര വയസ്സാണ് വരിക? 40 years ആണ് അമ്മയ്ക്ക് വരുന്നത്. അമ്മയുടെ വയസ്സ് എത്ര വരും? 40 years. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? എക്സ് പ്രസന്റ് ഏജ് അമ്മയുടെ എക്സ് എന്നും കുട്ടിയുടെ 2/5x എന്നും നമ്മൾ എടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് 5x അമ്മയുടെ വയസ്സും 2x കുട്ടിയുടെ വയസ്സുമായി എടുത്തിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏജ് പാറ്റേൺസ് വരുന്നതിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. If in a certain language Kindle is coded as ELDNIK. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറയുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം ഇത് രണ്ടും ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇത് തമ്മിൽ എന്താണ് റിലേഷൻ എന്നൊന്ന് എഴുതി നോക്കുക. സെയിം ലെറ്റേഴ്സ് ഇങ്ങനെ താഴേക്ക് എടുത്ത് എഴുതിയിട്ട് എന്താണ് റിലേഷൻ എന്ന് നോക്കുക. എന്നിട്ട് അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നതും അതിന് താഴെയായിട്ട് എഴുതി വെക്കുക. ഇതിപ്പോ നോക്ക്, കെ, ഇവിടെ കെ ഉണ്ട് അല്ലെ? ഇതാ കെ. ഇ ഇതായിരിക്കുന്നു. ഇവിടെ എല്, ഐ ഇതായിരിക്കുന്നു, ഡി ഡി. അപ്പൊ എന്ത് മനസ്സിലായി? തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താവും? ഇ എന്താവും? ഇവിടെ വരും. സി ഇവിടെ വരും. എക്സ് ഇവിടെ വരും. ഐ ഇവിടെ വരും. ടി ഇങ്ങോട്ട് വരും. ഒ ഇങ്ങോട്ട് വരും. CITOXE. CITOXE എന്നാണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക. അത് ഓപ്ഷനിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ പാറ്റേൺസ് ഉണ്ടാവും. അത് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്തത്, ഈ പിക്ചർ അത്ര ക്ലിയർ അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ദ ഫിഗർ ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ പാറ്റേൺ ഗിവൺ ബിലോ. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക.
ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. എന്നിട്ട് എന്ത് വേണം, ഇവിടെ ഇങ്ങനെ ഒരു വരയ്ക്കണം. പിന്നെ എന്തായി, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെയാണ്. അപ്പോൾ ഇനി ഇതെന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ കട്ടിങ് വരിക. എന്നിട്ട് എവിടെ ആയിരിക്കും, അടുത്തടുത്തല്ല അല്ലെ ഷെയ്ഡിങ് വന്നിരിക്കണേ. അപ്പൊ ഇവിടെ ബ്ലാങ്ക് ആണ്. സോ എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് വരിക, ഷെയ്ഡിങ് വരിക. അപ്പൊ രണ്ടിടത്തും ബ്ലാങ്ക് വരും. അപ്പൊ ഇവിടെ ഷെയ്ഡിങ് വന്നു, എന്നിട്ട് എന്ത് വന്നു, ഇവിടെ ഒരു സീറോയും വന്നു. അപ്പൊ ഇതാണ് ഈ പാറ്റേൺ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. മനസ്സിലായോ? നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, മുന്നേയുള്ള ഫിഗർ നോക്കുക. എന്നിട്ട് ഇവിടത്തെ ഫില്ലിങ് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നോക്കുക. എന്നിട്ട് വരയ്ക്കുക. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് choose the pair in which the word show the same relationship as the pair given below. അപ്പൊ നമുക്ക് പെയേഴ്സ് നോക്കണം അല്ലെ, തന്നിരിക്കുന്ന പെയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. കാറ്റ്, പ്ലേഗ്. അടുത്തത് മലേറിയ, മോസ്കിറ്റോ. പോയ്സൺ, ഡെത്ത്. മെഡിസിൻ, ഡിസീസ്. അപ്പൊ ഇത് നോക്ക്, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, കോളറ ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ നിന്നാണ് കോളറ വരുന്നത് അല്ലെ, വെള്ളത്തിൽ നിന്നാണ് നമുക്ക് കോളറ വരുന്നത്. ഇവിടെ നോക്ക്, കാറ്റ്, പ്ലേഗ്. കാറ്റ് ഫസ്റ്റും പ്ലേഗ് സെക്കൻഡും ആണ്. അപ്പൊ അതല്ല അല്ലെ. മലേറിയ, മോസ്കിറ്റോ. മലേറിയ ഉണ്ടാവുന്നത് മോസ്കിറ്റോയിൽ നിന്നാണ്. അത് ഏതാണ്ട് ശരിയാണ്. എന്നാലും നമുക്ക് അടുത്തതും കൂടെ നോക്കാം. പോയ്സൺ. പോയ്സൺ കഴിച്ചാൽ മരണം സംഭവിക്കും. ഇതിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അസുഖത്തിന് മെഡിസിൻ, അതും ബന്ധമില്ല. അപ്പൊ എന്താണ്, മലേറിയ ഉണ്ടാക്കുന്നത് മോസ്കിറ്റോ ആണ്. അതുപോലെയാണ് കോളറ ഉണ്ടാക്കുന്നത് വെള്ളമാണ്. ഇവിടെ എന്താണ്, പൂച്ചയിൽ നിന്ന് പ്ലേഗ് വരുന്നു. ഇതേ പാറ്റേൺ ആണ്, പക്ഷെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അടുത്തത്, ഇഫ് റോപ്പ് ഈസ് കോഡഡ് ആസ് 6821. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ROPE, റോപ്പ്. 6821. ഇനി എന്താണ്, ചെയർ, CHAIR, ചെയർ. 7 3 4 5 6. അങ്ങനെയാണെങ്കിൽ ക്രേപ്പ്, CRAPE, ക്രേപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, C 7, R എന്താ 6, A 4, P 2, E എന്താ 1. 7 6 4 2 1 ആണ് ക്രേപ്പ് കോഡ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിങ്ങിലെ പാറ്റേൺസ് ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ ഏകദേശം നമ്മളൊരു 10 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ സെയിം പാറ്റേൺസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീസണിങ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു ടൈപ്പും വേറെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസും ടിപ്സും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.